സുരേഷ് മേനോൻ. അവിടെ ഫ്രണ്ടിലേക്ക് അവർക്ക് കൂടി കിട്ടത്തക്ക ഇവിടെ നോക്കിക്ക കൃഷ്ണ ഹരേ ഹരേ ആ സീറ്റ് കിട്ടോ ആ സീറ്റ് അത് കിട്ടും സാർ കിട്ടുന്നുണ്ടോ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ അകലുണ്ടല്ലോ ഇവിടെ കാണിക്കുള്ളൂ ഇവിടെ കാണിച്ചാൽ ഹരേ ഹരേ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ
कृष्ण कृष्ण हरे हरे राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे हरे सर्वत्र കറക്റ്റാണ് ഫ്രണ്ടിലേക്ക് വായിച്ചിട്ട് കൊടുത്തു പൊടിയ ശരി വേണ്ട പാർവതീപതയേ ഹര മഹാദേവ ജാനകി കാന്തസ്മരണം ജയ ജയ രാമ രാമ ഗോപികാ ജീവന സ്മരണം ഗോവിന്ദ ശരണം മേ ശരണം പവന പുനേശ ശരണം മേ കവചരയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ കവചരയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ കവചരയുഗം രാധാരമണ കുന്ദമുരാരി ശരണം മേ കവചരയുഗം ശരണം മേ കവചരയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അഗജാനന പദ്മാർക്കം ഗജാനന മഹർനിശം അനേകദം തം ഭക്താനാം ഏകദം ഗമുപാസ്മഹേ ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോപിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ ശരദിന്ദു സുന്ദരരുചിശ്ചേതസി സാമേ ഗിരാം ദേവി അപഹൃത്യതമ സന്തതമർത്ഥാനഖിലാൻ പ്രകാശയിതു ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം വിഗതസദൃശം തത്ത്വസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലവചനം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാഭാഗോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ പുരം ചൂലധർമ്മം ച മാം ച പാലയ പാലയ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകേ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം പ്രതിഭാവയാമി കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനുത്തെ ചരിതൈസ്തുതീഃ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുദേശ യത്ര യത്ര മമ ചിത്തപങ്കജം തത്ര തത്ര തവ കോമളം വപു യത്ര യത്ര മമ വാക്പ്രകാശത്തെ തത്ര തത്ര തവ നാമ സന്തതി വന്ദേ നന്ദോവ്രജസ്ത്രീണാം പാദലേഖമപേക്ഷണ യാസാം കരികചോദ്ഗീതം പുരാതി ഭുവനത്രയം ശ്രീഗോപീ ശരണാരവിന്ദ പരമാണവേ നമഃ കോമളം പൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരമബ്രഹ്മ ഭാസതാം പുരതോ മമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ സച്ചിദാനന്ദരൂപായ
വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഇതാ വീണ്ടും ഒരു ശ്രീമദ് ഭാഗവത സപ്താഹം ഈ പുണ്യപുരാതനമായ ക്ഷേത്രസന്നിധിയിൽ വെച്ച് ആരംഭിക്കാം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന അല്ല ലോകമൊട്ടാകെ പടർന്നു പിടിച്ചിട്ടുള്ള ഈ വ്യസനകാലം, അതിൽ നിന്ന് ഒരു മോചനത്തിന്, സമാധാനത്തിന് ഭഗവത് പദത്തെ ആശ്രയിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ലെന്ന് ആരും പറയാതെ തന്നെ ഇത് നമ്മൾ ഓരോരുത്തരും അനുഭവമുള്ളവരാണ്. ഭഗവാനെ ആശ്രയിക്കാൻ ക്ഷേത്രങ്ങളിലേക്ക് വരാൻ പോലും പറ്റാത്ത നിലയായിരുന്നു നമുക്കെന്നറിയാം. ഇതുവരേക്കും ക്ഷേത്രങ്ങളിലൂടെയാണ് നമ്മളൊക്കെ ഭഗവാനെ ആശ്രയിച്ച് പോന്നിരുന്നതെങ്കിൽ കുറേ മാസങ്ങളോളം അത് ഒരാൾക്കും സാധിക്കാതെ വന്നു. ക്ഷേത്രങ്ങളില്ലാതെ, പൂജകളില്ലാതെ അവനവന്റെ ഗൃഹങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭഗവാനെ ആശ്രയിക്കണം എന്നായി. അതിന് എന്താണ് മാർഗം എന്നാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. വീട്ടിലൊരു വിളക്ക് കൊടുത്താൽ അവിടെ ഇരുന്ന് നാമം ജപിക്കാം. ഇതാണ് ഏറ്റവും എളുപ്പമായിട്ട് എല്ലാവരും ചെയ്തു വരുന്നത്. ഭഗവാന്റെ നാമം ജപിക്കണമെങ്കിൽ ആ നാമങ്ങൾ എവിടെ നിന്നാണ് നാം കേട്ട് വിശമാക്കിയത്? ശ്രീമദ് ഭാഗവതം മുതലായ മഹാപുരാണങ്ങളിലൂടെയാണ് ഭഗവാന്റെ തിരുനാമങ്ങൾ നമുക്ക് കിട്ടിയത്. ഭഗവാൻ ആരാണ് എന്ന ചെറിയൊരു അറിവെങ്കിലും എല്ലാവർക്കും ഉണ്ട്. ആ അറിവ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? അതും ഈ പുരാണങ്ങളിലൂടെ, ഇതിഹാസങ്ങളിലൂടെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാവരും ഭാഗവതാദി ഗ്രന്ഥങ്ങൾ നമുക്ക് തന്ന അനുഗ്രഹം കൊണ്ടാണ് ഈ കാലത്ത് ഭഗവാനെ ആശ്രയിച്ചു പോകുന്നത്. കുറച്ചെങ്കിലും ധൈര്യമുള്ളവരായിട്ട്, ഏത് വിഷമഘട്ടങ്ങളെയും തരണം ചെയ്യാൻ കഴിവുള്ളവരായിട്ട് നമുക്ക് തുടരാൻ സാധിച്ചത് ഈ പുരാണ ഗ്രന്ഥങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അത് സംശയമില്ല. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഭാഗവതമില്ല, രാമായണമില്ല, ഈ പുരാണ ഗ്രന്ഥങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ എങ്ങനെ ഈശ്വരനെ നമുക്കുള്ള അറിവെല്ലാം ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. ആയിരക്കണക്കിന് വർഷമായിട്ട് ഇത് നമുക്കെല്ലാം കാണിച്ചു തന്ന അർജുനനെ പോലെയുള്ള ഭക്തബന്ധത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അവരെയും നമസ്കരിക്കുന്നു. നമുക്കെല്ലാം എന്തെങ്കിലും ഈശ്വരനെ കുറിച്ചുള്ള അറിവുകൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പാടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പകർന്നു തന്ന എല്ലാ അർത്ഥങ്ങളും പൂർണ്ണമായ തരത്തിൽ അനുസ്മരിക്കാൻ ഈ 7 ദിവസം മതിയാവില്ല. ചിലർക്കെങ്കിലും അറിയാം, 41 ദിവസം കൊണ്ട് ഭാഗവതത്തെ പറയുന്ന ത്രിപക്ഷയജ്ഞം ഗുരുവായൂരില് 8-9 പ്രാവശ്യം നടന്നു. ഇപ്പോഴും ഫേസ്ബുക്കിലൂടെ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീധരം എന്ന പേജിൽ 41 ദിവസം കൊണ്ട് ഈ പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം മിനിയാമോ മറ്റോ ഞാൻ ആ പേജ് നോക്കിയപ്പോൾ കൃഷ്ണാവതാരം പാരായണം ചെയ്യുന്നുണ്ട്. ആചാര്യൻ കഥ പറഞ്ഞിട്ട് അപ്പോഴും ഷഷ്ഠഖണ്ഡത്തിൽ ആദ്യത്തിലെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് 41 ദിവസം കൊണ്ട് പാരായണം പൂർത്തിയാകും.
പക്ഷെ ആചാര്യൻ അപ്പോഴും കൃഷ്ണാവതാരം പറഞ്ഞിട്ടുണ്ടാവുമെന്ന് നോക്കില്ല. കാരണം അതുകൊണ്ടുള്ള കൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം. വിസ്തരിച്ച് പറയാൻ പുറപ്പെട്ടാൽ 41 ദിവസം കൊണ്ടല്ല, ഒരു കൊല്ലം കൊണ്ടും പറഞ്ഞു പൂർത്തിയാക്കാൻ പറ്റാത്തത്ര വലുതാണ് ഭാഗവതം. അതാണ് സപ്താഹത്തില് 7 ദിവസം കൊണ്ട് നമ്മൾ അനുസ്മരിക്കുന്നത്. അപ്പൊ അറിയാലോ, എല്ലാവർക്കും മുഴുവനും വിസ്തരിച്ച് പറയാൻ ആർക്കും സാധ്യമല്ല സപ്താഹത്തിൽ. എങ്കിലും ഭാഗവതത്തിന്റെ മാധുര്യത്തിലേക്ക് നമ്മളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാം. ഇന്ന ചിലതൊക്കെ ഉണ്ട് ഭാഗവതത്തിൽ. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാടുണ്ട്. അത് സ്വയം നോക്കി പഠിച്ചോളൂ എന്ന് നമ്മളെ ഒന്ന് പ്രേരിപ്പിക്കാനേ ഒരു സപ്താഹത്തിൽ സാധിക്കുള്ളൂ. നാളെ രാവിലെ മുതൽ നമ്മളിവിടേക്ക് വിഘ്നേശ്വരനായിട്ടുള്ള പുണ്യപ്രതിയുടെ അനുഗ്രഹം കൊണ്ട് ശ്രീഗുരുവായൂരപ്പന്റെ കഥാമൃതത്തെ പാരായണം ചെയ്യാൻ ആരംഭിക്കും. ആ ഗണപതി ഭഗവാനെ സ്മരിക്കാതെ പറ്റി ഏതൊരു സൽക്കർമ്മം ആരംഭിക്കുന്നതിന് മുമ്പും ഭഗവാനെ സ്മരിക്കണം. അതിലധികം മഹാഭാരതം, ഭാഗവതം മുതലായുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഹിമാലയത്തില് സരസ്വതി നദീതീരത്ത് ശമ്യാപ്രാസം എന്ന് പറയുന്ന ആശ്രമത്തിൽ ഇരുന്നുകൊണ്ട് വേദവ്യാസനെ രചിക്കുമ്പോൾ അതെല്ലാം കേട്ട് എഴുതിയെടുത്തിട്ടുള്ളത് ഗണപതിയാണ്. ബദരിയിൽ പോയിട്ടവർക്കറിയാം, അവിടെ നിന്ന് 3 കിലോമീറ്റർ വീണ്ടും മുന്നോട്ട് പോയ മാനാഗ്രാമത്തിന് മുകളിലായിട്ട് വ്യാസഗുഹയുണ്ട്. വ്യാസഗുഹയുടെ താഴെ പുണ്യഗണപതിയുടെ സ്ഥാനം. അവിടെ നിന്നാണ് ഇതെല്ലാം എഴുതിയെടുത്ത് നമുക്ക് തന്നത്. അപ്പൊ ആ പുണ്യഗണപതിയുടെ ഒറ്റക്കൊമ്പിന്റെ കാരുണ്യമാണ് നമ്മളെല്ലാം ഇന്ന് ഭാഗവതം പഠിക്കുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് കാണാം. അവിടുത്തെ വിഭാഗങ്ങളെ ഏർപ്പെട്ട് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഭാഗവത മഹാത്മ്യത്തിലെ ഒരധ്യായം ഇപ്പോൾ പാരായണം ചെയ്യും. പത്മപുരാണത്തിൽ 6 അധ്യായങ്ങളിലായിട്ടാണ് ഭാഗവത മഹാത്മ്യം പറയപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒരധ്യായം ഇപ്പോൾ പാരായണം ചെയ്യാം. എന്നിട്ട് ചുരുക്കത്തിൽ അതിലെ കഥകളെ നമുക്കൊന്ന് അനുസരിക്കുന്നു. ഇപ്പോൾ സമയം 6:36. ഏകദേശം 7:15, 7:30 മുമ്പായിട്ട് സംബന്ധിക്കാം. ഒരധ്യായമായിട്ട് പാരായണം ചെയ്യും. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. എന്റെ പേര് നിങ്ങൾക്ക് കുറച്ചുകൂടെ പരിചയമാവും. കാരണം ക്ഷണിച്ചതല്ലേ, നോട്ടീസ് ചെയ്തേ കുറുവല്ലൂർ ഹരി എന്നാണ്. ഇതിന് കൂടെ വന്നിട്ടുണ്ട് അദ്ദേഹം കല്ലൂർ വാസുദേവൻ നമ്പൂതിരിപ്പാട്, അപ്പുറത്തുള്ളത് കറുത്തേട കൃഷ്ണൻ നമ്പൂതിരിപ്പാട്. ഇവർ 2 പേരുമാണ് പാരായണ പൂജ ഇതെല്ലാം ചെയ്യാനായിട്ട് എത്തിച്ചത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവത മഹാത്മ്യം. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ പ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രകാശം. അഥ പ്രഥമോധ്യായം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യം പ്രവ്രജന്തമനുപേതമവേദകൃത്യം ദ്വൈപായനമവിരഹകാതരനാജുഭാവ പുത്രേരിതന്മയതയാ പരമോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നൈഷേ സൂതമാസീനമഭിവാദ്യ മഹാമതിം കഥാമപരസാസ്വാദകുശലശൗനകോ ബ്രവീത്. ശൗനകാക്കുവാച അജ്ഞാനധ്രുവന്തവിധ്രുവം സകോടിസൂര്യസമപ്രഭാ സൂത ആഖ്യാഹി കഥാസാരം മമ കർണരസായനം. ഭക്തിജ്ഞാനവിരാഗ്യാപ്തോ വിവേകോ വർദ്ധതേ മഹാ മായാമോഹനിരാസശ്ച വൈഷ്ണവൈഃ ക്രിയതേ കഥം. ഇഹ ഘോരേ കലൗ പ്രായോ ജീവശ്ചാസുരതാം ഗതഃ ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോഭനേ കിം പരായണം. ശ്രേയസാം യദ്ഭവേത് ശ്രേയഃ പാവനാനാം ച പാവനം. കൃഷ്ണപ്രാപ്തികരം ശശ്വത്സാധനം തദ്വദാധുനാം. ചിന്താമണിർലോകസുഖം സുരദ്രുസ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. സൂത ഉവാച പ്രീതിശൗനകാചിത്തേ ദേഹ്യതോ വച്മി വിചാര്യ ച സർവസിദ്ധാന്തനിഷ്പന്നം സംസാരഭയനാശനം. ഭക്തിയോഗവർദ്ധനം യച്ഛ കൃഷ്ണസന്തോഷഹേതുകം
तदहं ते विधास्यामि सावधानतया श्रुति कालव्याळमुखग्रासत्रासनिर्नाशहेतवे श्रीमद्भागवतं शास्त्रं कलौ कीरेण भाषितम् एतस्मादपरं किञ्चिन्मनःशुद्ध्यै न विद्यते जन्मान्तरे भवेत् पुण्यं तदा भागवतं लभेत् परीक्षिते कथां वक्तुं सभायां संस्थितेषु चे सुधाकुम्भं गृहीत्वैवाग्देवास्तत्र समागमन् शुकं नत्वा वदन् सर्वे स्वकार्यकुशलाः कथासुधां प्रयच्छस्व गृहीत्वैव सुधामिनम् एवं विनिमये जाते सुधाराज्ञा प्रपीयता प्रपास्यामो वयं सर्वे श्रीमद्भागवतार्थं कव सुधा कव कथा लोके कव काचः कव मणिर्महान् ब्रह्मनादो विचार्येवं तदा देवान्यहासः अभक्तांस्तांश्च विज्ञायात्मददौ स कथापदम् श्रीमद्भागवती वार्ता सुराणामपि दुर्लभाम् राज्ञो मोक्षं तथा वीक्ष्य पुराधातापि विस्मिताम् सत्यलोके विलां बद्धवातोदयः साधनान्यजाम् लघून्यज्ञानि ज्ञातानि गौरवेण इदन्महत् तदरा ऋषिगणाः सर्वे विस्मयं परमय्ययुः मेदिने भगवद्रूपं शास्त्रं भागवतं खलु पठनात् श्रवणात् सद्यो वैकुण्ठफलदायकम् सप्ताहेन श्रुतं चैतत् सर्वथा मुक्तिदायकं सनकाद्यैः पुरा प्रोक्तं नारदाय दयावनैः यद्यपि ब्रह्मसम्बन्धात् श्रुतमेतत् सुदर्शिना सप्ताहश्रवणमिति कुमारैस्तस्य भाषितः शौनक उवाच लोकविग्रहमुक्तस्य नारदस्य स्थिरस्य च विधिश्रवे कुतः प्रीतिस्मयोगः पुत्रवैस्तः सूत उवाच अत्र ते कीर्तयिष्यामि भक्तियुक्तं कथानकं शुकेन मम यत् प्रोक्तं रहस्यं विचार्य च एकजातिविशालायां चत्वारऋषयो वराः सत्सङ्गार्थं समायाता ददृशस्तत्र नारदम् कुमारा ऊचुः कथं ब्रह्मन् दीनमुखः कुतश्चिन्तातुरो भवान् त्वरितं गम्यते पुत्र कुतश्चागमनं तव इदानीं शून्यचित्तोऽसि गतवित्तो यथा जना तवेदं मुक्तसङ्गस्य नोचितं वद कारणम् नारद उवाच अहं तु पृथिवीयादो ज्ञात्वा सर्वोत्तमामिति पुष्करं च प्रयागं च काशीं गोदावरीं तथा हरिक्षेत्रं कुरुक्षेत्रं श्रीरङ्गं सेतुबन्धनम् एवमादिषु तीर्थेषु भ्रममाण इतस्ततः नावश्यं कुत्रचिच्छर्म मनः सन्तोषकारकं कैलाधर्ममित्रेण हरेयं व्याधिताधुना सत्यं नास्ति तपश्शौचं दयादानं न विद्यते उदरं हरिणो दीपावरागा गूढभाषिणः मन्दास्तु मन्दमतयो मन्दभाग्याक्षुभद्रुता पाखण्डगिरणाः सन्तो विरक्ताः सपरिग्रहाः तरुणी प्रभुना गेहेस्यानको बुद्धिजायकम् कन्याविक्रयिणो लोभात् दम्पतीनां च कल्कनम् आश्रमाय वनैरुद्धास्तीर्थानि सरितस्तथा देवतायतनान्यत्र पुष्पैर्नष्टानि भूरिश न योगी नैव सिद्धो वा अज्ञानी सत्क्रियो नरः कलिदाहरेणाद्य साधनं हस्ततां कृतम् अट्टशूला यदपदा शिवशूला द्रिजानयः कामिन्यक्लेशशूलिन्यः सम्भवन्ति कलाविः एवं पश्यन् कलेर्दोषान् पर्यटन् नवनीमहं यामुनं तडमापन्नो यत्र लीला हरेरभूत् तत्राश्चर्यं मया दृष्टं श्रूयतां तन्मुनीश्वरः एका तु तरुणी तत्र दिषण्णा खिन्नमानसा वृद्धौ ध्रुवौ पतितौ पार्श्वे विश्वसन्तावचेतनौ शुश्रूषन्ति प्रबोधन्ति रुदती च मयोः पुरा दशदिक्षु निरीक्षन्ति रक्षितारं निजं वपुः वीद्यमाना शतस्त्रेभिर्बोध्यमाना मुहुर्मुहुः दृष्ट्वा दूराद्गतस्तोऽहं कौतुकेन तदत्तिकं मां दृष्ट्वा चोत्थिता बाला विह्वला च ब्रवीर्वच बालो वाच भो भो साधो क्षणं तिष्ठ मच्चिन्ता विनाशय दर्शनं तव लोकस्य सर्वधा गहनं परं बहुधा वाक्येन दुःखशान्तिर्भविष्यति यदा भाग्यं भवेत् भूरि भवतो दर्शनं तदा नारद उवाच कासि त्वं काविमौचे मानाद्य का पद्मलोचना वददेवि सविस्तारं स्वस्य दुःखस्य कारणं बालो वाच अहं
जाता इमौ नेतनौ मतौ ज्ञानवैराग्यनामानौ कालयोगेन निर्जितौ गङ्गाद्याः सरितस्यैव मत्सेवार्थं समागताः तथापि न च मे श्रेयस्से विनाया स्थिरैषमि इदानीं शृण्वद्वार्तां स्वचित्तस्त्वं तमोधन वार्ता मे वितताप्यस्ति तां श्रुत्वा सुखमापः उत्पन्ना द्रविडे साहं वृद्धिं कर्णाटके गता क्वचित् महाराष्ट्रे विद्यते जीर्णतां गता तत्र घोरकलेर्योग्यात् पाखण्डे खण्डिताङ्गका दुर्बराञ्चिनय्यारा पुत्राभ्यां सह मन्दरां वृन्दावनं पुनःप्राप्य नवीनेव स्वरूपिणी ज्ञाता युवती सम्यक् प्रेष्ठरूपा साम्प्रतम् इमौ दुषैतावत्र सुतौ मे कृष्यतश्रमात् इदं स्थानं परित्यज्य विदेशं गम्यते मया जरठत्वं समायातौ तेन दुःखेन दुःखिता साहं तु तन्नीः कस्मात् सुतौ वृद्धा विमौ पुतां त्रयाणां सहचारित्वाद् वैपरीत्यं पुरस्थितं घटते जरठा माता तरुणौ तनयाग्नि अवशोचामि च आत्मानं विस्मयाविष्टमानसा वदयोगनिधे कारणं च अत्र किं भवेत् नारद उवाच ज्ञानेनात्मनि पश्यामि सर्वमेतत्त्ववानघे न विषादस्त्वया कार्यो हरिः शन्ते करिष्यति सूत उवाच क्षणमात्रेण तज्ज्ञात्वा वाक्यं चेन्नीश्वर नारद उवाच शृणुष्वावहिताकाले युगोऽयं दारुमह्कली तेन विप्रस्तदाचारो योगमार्गस्तपांसि च जनाद्यासुरायन्ते शाख्यपुष्कर्मकारिणाम् इह सन्तो विषीदन्ति प्रहृष्यन्ति साधव भक्ते धैर्यं तु यो धीमान् स धीरः पण्डितोऽथवा अस्पृश्यानवलोक्येयं शेषभारकरीधरा वैषे क्रमाद्यातां विलम्नापि दृश्यते न त्वामपि सुतैः साकं कोऽपि पश्यति साम्प्रतम् उपेक्षिता त्यागान्धैर्यत्यदत्वेन संस्थिता वृन्दावनस्य संयोगात्मस्तवन्तर्मीनव धन्यं वृन्दावनं तेन भक्तिर्मुख्यति यत्र च अत्रैव ग्राहकाभावान्न यदापि मुञ्जतां किञ्चिदात्मसुखेनेह प्रसुप्तिर्मन्यते नयोः भक्तिरुवाच कथं परीक्षिता राज्ञा स्थापितो ह्यश्निकलि प्रवृत्ते तु कलौ सर्वसारः पुत्रगतो महान् करुणावरेण हरिणाप्यधर्मः कथमीक्ष्यते इमं मे संशयं छिन्धि त्वद्वाचा सुखितास्म्यहं नारद उवाच यदि पृष्टस्त्वया गादे प्रेमदश्रवणं कुरु सर्वं वक्ष्यामि ते भद्रे कश्मलं ते गमिष्यति यदा मुकुन्दो भगवान् क्ष्मां त्यक्त्वा स्वपदं गतां तद्विनायुक्तगिरायाः सर्वसाधनगाधकां दृष्टो दिग्विजयेनादीनवच्छलनं गता न मया मारणीयोऽयं सारङ्ग इव सारभु यत्फलं नास्ति तपसा न योगेन समाधिना तत्फलं लभते सम्यक् कलौ केशवकीर्तनात् एकाकारं कलिं दृष्ट्वा सारवं सारवीरसं विष्णुरास्थापितवान् कलिजानां सुखाय च कुकर्माचरणात् सारः सर्वतो निर्गतोऽधुना पदार्थात् संस्थिता भूमौ बीजहीना स्पृशा यथा विप्रयद्भागवती वार्ता जने जने कारिता कमलोभेन कथा सारस्ततो गताम् अत्युग्रभूरिकर्माणो नास्तिकारौरवायिना ते वितिष्ठन्ति तीर्थेषु तीर्थसारस्ततो गताः कामक्रोधमहालोभकृष्णां व्याकुलचेतसां ते वितिष्ठन्ति तपसि तपस्सारस्ततो गताः मनसश्चाजयाल्लोभाद्गन्धात् पाखण्डसंश्रयात् शास्त्रानभ्यसनात् चैव ध्यानयोगफलं गतम् पण्डितास्तु प्रवर्तेण रमन्ते महिषा इव पुत्रस्योत्पादने रक्षा अरक्षा मुक्तिसाधने न हि वैष्णवरा पुत्रां सम्प्रदाय पुरस्सरा एवं प्रलयनां प्राप्तो वस्तुसारस्थले स्थले अयं तु युगधर्मो हि वर्तते कस्य दूषणम् अतस्तु पुण्डरीकाक्षस्थले निकटे स्थितं सूत उवाच इति तद्वचनं श्रुत्वा विस्मयं परमं गता भक्तिपूजे वचो भूयः श्रूयतां तच्च
शौनक भक्तिरुवाच सुरऋषे त्वं हि धन्योऽसि मद्भाग्येन समागता साधूनां दर्शनं लोके सर्वसिद्धिकरं परम् जगति जगति मायान्यस्य कायाधव ते वचनरचनमेवं केवलं चागतय्य ध्रुवपदमतियानो यत्कृपालो ध्रुवोऽयं सकलकुशलपात्रं ब्रह्मपुत्रं नतास्मि। श्रीकृष्णार्पणमस्तु इति श्रीपद्मपुराणे उत्तरखण्डे श्रीमद्भागवतमाहात्म्ये भक्तिनारदसमागमो नाम प्रथमोऽध्यायः। सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द। ഭാഗവതം മുക്തി ഗ്രന്ഥമാണ്. 4 പുരുഷാർത്ഥങ്ങളാണ് പറയപ്പെട്ടിട്ടുള്ളത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിൽ പരമപുരുഷാർത്ഥം മോക്ഷം, അത് തന്നെ മുക്തി എന്ന് പറയുന്നത്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് മുക്തിയെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. ഇവിടെ പണിയെടുക്കണം, ജീവിക്കണം എന്നതിൽ കൂടുതലൊന്നും ആരും ചിന്തിക്കാറില്ല. എന്നാൽ ഇതാ കുറച്ചു കാലമായിട്ടുള്ള ഈ ഒതുങ്ങിയിരുപ്പിന്റെ കാലഘട്ടം പഴയതുപോലെ പുറത്തിറങ്ങാൻ വയ്യ, ജോലികളിൽ ഏർപ്പെടാൻ വയ്യ, ഒത്തുകൂടാൻ വയ്യ. നമുക്ക് അതുവരെ ചെയ്തിരുന്നതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ സമയത്ത് എത്രത്തോളം മനസ്സിന് ടെൻഷൻ ഉണ്ടാകും ചിന്തിച്ചു നോക്കാം. ഒരു പുഴയില് അല്ലെങ്കിൽ ഒരു തോടില് വെള്ളം ഇങ്ങനെ കുഴക്കിക്കൊണ്ടിരിക്കുക, പെട്ടെന്നൊരു തടസ്സം വന്നാൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഒഴുക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാത്തിനും പ്രതിബന്ധം വരികയാണ്. എല്ലാവരുടെയും ജീവിതം വല്ലാത്ത ഡിസ്റ്റർബ് ആയിരിക്കും. ആ അവസ്ഥയില് എന്നാൽ ചിലർ മാത്രം അതൊന്നും കാര്യമായിട്ട് ബാധിക്കാതെ അപ്പോഴും ശാന്തമായിട്ട് ഒരു 99% ആൾക്കാരും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ധനം സമ്പാദിക്കാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ആകെ ബുദ്ധിമുട്ടുമ്പോൾ 1% അതൊന്നും സാരമില്ല എന്ന് കരുതി അപ്പോഴും ശാന്തമായിട്ട് ഇരുന്നിട്ടുണ്ട്. ആർക്കാണ് ഇത്തരം ഒരു ഘട്ടത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്? ആർക്കാണ് ഈ കാലത്ത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരുന്നത്? സ്വയം ചിന്തിച്ചു. ചുറ്റിലുമുള്ള സകല സാഹചര്യങ്ങളെയും ആശ്രയിച്ച് മാത്രം ജീവിച്ച ഒരാൾ അതൊന്നും ചെയ്യാൻ പറ്റാതാകുമ്പോൾ ഡിസ്റ്റർബാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ വിഷമമില്ലാത്ത ശരീരം, അതൊന്നും ഇല്ലെങ്കിലും യാതൊരു കുഴപ്പവും വരില്ല എന്ന് മനസ്സിലാക്കിയ ശരീരം മാത്രം ശാന്തരായിട്ട്. മുക്തി എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ ചുറ്റിലുമുള്ള ഒരുപാട് വിഭവങ്ങൾ, വീട്, കുടുംബം, ധനം, ജോലി, നാട്ടിലുള്ള ഒരു പേരും പെരുമയും, ശരീരം, ആരോഗ്യം, ഒരുപാട് വിഭവങ്ങളെ ആശ്രയിച്ചാണ് നമ്മുടെ മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കുന്നതെങ്കിൽ അവയില്ലാതായാൽ ഉള്ളിൽ അസ്വസ്ഥത. എന്നാൽ അതിലൊന്നിനെയും ആശ്രയിക്കാതെ തന്നെ ഉള്ള സ്വസ്ഥമാക്കി വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും സ്വസ്ഥരായിരിക്കും. എല്ലാത്തിനെയും ആശ്രയിച്ചിരിക്കുന്നവരെ ബദ്ധന്മാരല്ല, ഇതൊന്നിനെയും ആശ്രയിച്ചല്ല സ്വയം സന്തോഷമായിരിക്കാൻ കഴിവുള്ളവരെ മുക്തന്മാരല്ല.
മോക്ഷം എന്ന് പറഞ്ഞാൽ അത് മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു വസ്തുവല്ല, കിട്ടേണ്ടുന്ന വസ്തുവുമല്ല. നമ്മുടെ നിത്യ ജീവിതത്തിൽ തന്നെ ആവശ്യമുള്ളതാണെന്ന് ഈ ഒരു കാലഘട്ടം കാര്യം. COVID-19 എന്ന് പറയുന്നതായിട്ടുള്ള ഈ രോഗം വലിയ ആപത്താണെങ്കിലും ഇത് നമ്മളെ വലിയ പാഠങ്ങൾ പഠിപ്പിച്ചു. എല്ലാത്തിനുണ്ടല്ലോ ഒരു നല്ല വശം ചെയ്യുന്ന വശം. ഇത് നമ്മളെ ഒരുപാട് വലിയ പാഠങ്ങൾ പഠിപ്പിച്ചു. ജീവിതത്തിൽ ഒന്നിനും സമയമില്ലാതെ ഓടി നടന്നവർക്ക് ധാരാളം സമയം ഫ്രീയായിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഇരിക്കാനാണ് നമുക്ക് പറ്റാത്തത്. തിരക്കിൽ എത്ര വേണമെങ്കിലും ഓടാൻ നമുക്ക് പറ്റും. ഫ്രീ ആയിട്ട് ഇരിക്കാനാണ് നമുക്ക് പറ്റാത്തത്. ഒഴിഞ്ഞ് ഒതുങ്ങി ഇരിക്കാനാണ് നമുക്ക് പറ്റാത്തത്. അത് നമ്മൾ തിരിച്ചറിയും. ഓടി നടക്കുന്നതല്ല ബുദ്ധിമുട്ട്, പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ ഇരിക്കാറാവാനാണ് നമുക്കെന്ന് നമ്മൾ മനസ്സിലാക്കുക. മുക്തരായിട്ടുള്ള മഹാത്മാക്കള് തിരുവണ്ണാമലയിലെ രമണ മഹർഷിയെ പോലെയുള്ളവരെ നമ്മളോട് പറഞ്ഞു, ചുമ്മാ ഇരുന്നു. അത് കേട്ടപ്പോൾ ഒരു തമാശ പോലെ തോന്നിയുള്ളൂ ഇത്ര കാലം. പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി ചുമ്മാ ഇരിക്കല് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ഒന്നിനെക്കുറിച്ചും ആദി പിടിക്കാതെ ശാന്തമായി ഒതുങ്ങിയിരിക്കാൻ ഇനിയൊരു സന്ദർഭം ഇതുപോലെ വേണ്ടി വന്നാൽ നമ്മൾ തയ്യാറായി. ഇപ്പൊ നമുക്ക് സാധിച്ചില്ല, നമ്മൾ നേരത്തെ തയ്യാറെടുക്കാത്തതുകൊണ്ട്. പക്ഷെ ഇനിയൊരു സന്ദർഭം വന്നാൽ നമ്മൾ തയ്യാറെടുക്കണം. ഏതൊരാൾക്കും ജീവിതത്തിൽ അത്തരം സന്ദർഭം വരും. സാമാന്യത്തിൽ ഒരു പ്രായം കഴിയുമ്പോൾ ചെറുപ്പത്തിലെന്ന പോലെ പുറത്തിറങ്ങി ഓടാൻ പറ്റില്ല. ശരീരം സമ്മതിക്കില്ല. വീട്ടില് മക്കൾ വലുതായി അവരുടെ കല്യാണം കഴിഞ്ഞു, അവരുടെ കുടുംബം നോക്കാൻ തുടങ്ങിയാൽ പിന്നെ ഈ വയസ്സായവരെ കൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നും. ശരീരത്തിന് പറ്റാതാവും. ആ സമയത്ത് ഒരു മുറിയിലേക്ക് ഒതുങ്ങിയിരിക്കേണ്ടി വന്നെന്ന് വരാം. ചിലപ്പോൾ കട്ടയിൽ നിന്ന് ഇറങ്ങി കിടക്കാൻ പോലും പറ്റാത്ത, ഒന്ന് തിരിഞ്ഞു പറഞ്ഞ് കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയെന്ന് വരാം. അല്ലേ? സ്വന്തം ശരീരം പോലും സ്വാധീനമല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയെന്ന് വരാം. അങ്ങനെ വരാതിരിക്കട്ടെ, അല്ലേ? അതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. പരാശ്രയമായിട്ട് കിടക്കേണ്ടി വരാതിരിക്കട്ടെ. പക്ഷേ ഒരുപാട് പേരൊക്കെ കിടക്കേണ്ടി നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കും വേണ്ടി വന്നെന്ന് വരാം. അപ്പോൾ നമ്മുടെ മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കുന്നു. ഈ കൊറോണ കാലത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതിരുന്നപ്പോൾ തന്നെ ഇത്ര അസ്വസ്ഥമായെങ്കിൽ ഒരു കട്ടിലിൽ തന്നെ കിടക്കേണ്ടി വന്നാൽ നമ്മുടെ മനസ്സ് എത്ര അസ്വസ്ഥമാവും. ഒരു ജീവിതം മുഴുവൻ 70, 80, 90 കൊല്ലം ഓടി നടന്ന് അവസാനം നമ്മൾ സമ്പാദിക്കാൻ എന്താ ചോദിച്ചാൽ കുറെ അസ്വസ്ഥതകൾ മാത്രമാണെങ്കിൽ പിന്നെ എന്താ ഈ ജീവിച്ചിട്ട് എന്താ പ്രയോജനം? ആത്യന്തികമായിട്ട് വീടുണ്ടാക്കി, പണം ഉണ്ടാക്കി, പക്ഷെ അതൊക്കെ നമ്മുടെ കാലശേഷം മറ്റാരെങ്കിലും കൊണ്ടുപോകാനുള്ളത്. അതൊന്നും നമുക്ക് കൊണ്ടുപോകാനുള്ളതല്ല. നമ്മൾ ഇത്ര കാലം ഇവിടെ ജീവിച്ചിട്ട് അവസാനം കിട്ടുന്നത് കുറെ അസ്വസ്ഥതകൾ മാത്രമാണെങ്കിൽ അങ്ങനെയാണോ വേണ്ടത് എന്ന് നമ്മളിപ്പോഴേ ചിന്തിക്കണ്ടേ? ഈ കാലഘട്ടം നമ്മളെ മുക്തി എത്രത്തോളം നമുക്ക് ആവശ്യമാണ് എന്ന് പഠിപ്പിക്കുന്നതാണ്. എന്ത് വന്നാലും എങ്ങനെയെല്ലാം മാറി പറഞ്ഞാലും തൻ്റെ മനസ്സ് വേദനിക്കാതെ ആകുലപ്പെടാതെ ശാന്തമായി തന്നെ ഇരിക്കണം. അതിന് നമ്മൾ തന്നെ വേണം, മറ്റൊരാളോട് ചെയ്തു തരില്ല. നമ്മുടെ മനസ്സിനെ അതിന് നാം പാകപ്പെടുത്തിയെടുക്കണം. അതിനുള്ള ശാസ്ത്രമാണ് മുക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടതാണ്. അത് കിട്ടാത്തവർ അവസാനകാലത്ത് എത്ര പരാതിപ്പെടുന്നു, അനുഭവപ്പെടുന്നു. മറ്റുള്ളവരുടെ കൂടി ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന് നമുക്ക് അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ വയസ്സായവർ മരിച്ചുപോയി ഉണ്ടാവുമല്ലോ.
അവര് ഈ തരത്തിൽ പരാതിപ്പെടുന്നവരായിരുന്നെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലേ? വയസ്സായവരെ കൊണ്ട് എന്ത് ചെയ്തു കൊടുത്താലും തൃപ്തിയില്ല, എപ്പോഴും പരാതികളാണ്. നമ്മുടെ അച്ഛനാണ്, അമ്മയാണ്, അവരെ നമുക്ക് നോക്കണമെന്നുണ്ട്, വേണ്ടത് ചെയ്തു കൊടുക്കണമെന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തെല്ലാം ചെയ്തു കൊടുത്താലും അവർക്ക് തൃപ്തിയാകുന്നില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ഇതേപോലെ നമ്മളെ കൊണ്ട് നമ്മുടെ മക്കൾക്ക് ബുദ്ധിമുട്ടണം. നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ മക്കൾക്ക് ബുദ്ധിമുട്ടിനാവണം പാടില്ല. നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണ്ടേ? അപ്പോൾ ജീവിതത്തിന്റെ അവസാന ഘട്ടമാകുമ്പോഴേക്കും പരാതികളില്ല, പരിഭവങ്ങളില്ല, ശാന്തമാകുന്നില്ല, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് സ്വസ്ഥമായിരിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും നേടിയെടുത്തേ മതിയാവും. അതാണ് മോക്ഷം. അതിന് വേണ്ടുന്ന ശാസ്ത്രമാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തില്, ഭാഗവതം നമുക്ക് നാമെന്നൊക്കെ പറയാം, ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തില് ശൗര്യകാരി ഋഷീശ്വരന്മാര് അവരുടെ ദീർഘസത്യത്തിലേക്ക് എത്തിച്ചേർന്ന സൂതനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ഇഹഘോരേ കലോപ്രായോ ജീവശ്ചാസുരതാഹിംകൃത ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം കാരണം. ഈ കലികാലത്ത് ഇവിടെയുള്ള ജനമെല്ലാം അസുരന്മാരാണ്. അസുരന്മാരെന്ന് പറഞ്ഞാല് ഇന്ദ്രിയ സുഖങ്ങളിൽ രമിക്കുന്നത്, കാണുന്നതിൽ, കേൾക്കുന്നതിൽ, രുചിക്കുന്നതിൽ, മണക്കുന്നതിൽ തൃപ്തിപ്പെട്ട് നടക്കുന്നത്. ഇത് കിട്ടിയില്ലെങ്കിൽ, ഈ കാഴ്ച നമുക്ക് കിട്ടിയില്ലെങ്കിൽ, ഈ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇന്ന രുചി നമുക്ക് ഭാഗമായില്ലെങ്കിൽ അസ്വസ്ഥത. ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമേ സുഖം അറിയുള്ളൂ. അതിനപ്പുറം സ്വയം ചിന്തിക്കാനോ ജ്ഞാനം സമ്പാദിക്കാനോ ഒന്നും അവർക്ക് പറ്റില്ല. എപ്പോ വേണമെങ്കിൽ അവരുടെ സന്തോഷം നഷ്ടപ്പെടാം. അവർ കരുതുന്നത് പോലെ ആയില്ല മറ്റൊരാൾ, മറ്റൊരു സന്ദർഭം, മറ്റൊരിടം എന്ന് വന്നാൽ മതി. അതാണ് കലികാലത്തെ ജനത്തിന്റെ അവസ്ഥ. അവരുടെ ജീവിതം എങ്ങനെ ചോദിച്ചാൽ ക്ലേശാക്രാന്തസ്യ, ഒരുപാട് ക്ലേശങ്ങളാണ്. അവർക്ക് എപ്പോഴും പരാതികളും പരിഭവങ്ങളുമാണ്. എത്ര ആയാലും തൃപ്തിയാകുന്നില്ല. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ശോധനയെ കിംപരായണം, ഒരു ശുദ്ധി ഉണ്ടാക്കാൻ, അവരുടെ മനസ്സിനൊരു ശുദ്ധി ഉണ്ടാക്കാൻ എന്താണ് ഒരു വഴി? നമ്മളെ കുറിച്ചാണ് ചോദിക്കുന്നത്. പിന്നെ ശ്രേയസാന്യശ്രേയ പാവനാനാം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശസ്വസാധനം തത്വദാഹുനാം. നമ്മൾ രണ്ട് തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. ശ്രേയസ്സായ കർമ്മങ്ങളെയും പാവനമായ കർമ്മങ്ങളെയും. ശ്രേയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ കൂടുതൽ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കുന്ന, സുഖമുണ്ടാക്കുന്ന പല കർമ്മങ്ങളും. പാവനമായ കർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ദുഃഖങ്ങളെ, കാരണമായിട്ടുള്ള പാപങ്ങളെ ഇല്ലാതാക്കും. ദുഃഖം ഇല്ലാതാക്കാനുള്ള കർമ്മങ്ങളും സുഖം ഉണ്ടാക്കാനുള്ള കർമ്മം. ശ്രേയസ്സായ കർമ്മം എന്ന് പറഞ്ഞാൽ സുഖം ഉണ്ടാക്കാറുള്ളത്, പാവനമായ കർമ്മം എന്ന് പറഞ്ഞാൽ ദുഃഖം ഇല്ലാതാക്കാറുള്ളത്. നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുവിധം 50-40 വയസ്സായാലും ഇത്ര കാലത്തെ ജീവിത അനുഭവം കൊണ്ട് നമുക്ക് പറയാൻ കഴിയും ശ്രേയസ്സായ കർമ്മങ്ങൾ ഒരുപാട് ചെയ്തു. പക്ഷെ ശ്രേയസ് അവരുണ്ട്. ദുഃഖങ്ങളെ ഇല്ലാതാക്കാനുള്ള പാവനങ്ങളായ കർമ്മങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ മുഴുവൻ ആഗ്രഹങ്ങളായോ ശുദ്ധമായോ കൊണ്ടുണ്ട് ഇല്ല. എന്തോ ഒന്നിന്റെ കുറവ്. എത്ര ശ്രേഷ്ഠങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടും നമുക്ക് ശ്രേയസ് മതിയാവില്ല. എത്ര പാവന കർമ്മങ്ങൾ ചെയ്തിട്ടും നമുക്ക് ദുഃഖങ്ങൾ തീരുന്നില്ല. എന്താണ് ഇതിന്റെ കുറവ്? ശ്രേയസ്സായ കർമ്മങ്ങളെ ശ്രേയസ്സാക്കുന്നത് എന്താണ്? പാവനമായ കർമ്മങ്ങളെ പാവനമാക്കുന്നത് എന്താണ്? അത് നിങ്ങൾക്ക് പറഞ്ഞു തരണം. ഇതാണ് ശൗനകൻ പറയുന്നത്. ആ എന്തോ ഒന്നിന്റെ കുറവ് അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഒരു കർമ്മങ്ങൾ നമ്മൾ വിചാരിക്കപ്പെടാത്തതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണം.
കൃഷ്ണപ്രാപ്തികരം. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആകർഷിക്കുകയാണ്, വലിച്ചു വലിച്ചു വലിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മളൊക്കെ ജീവിതത്തിൽ ആ ഒരു ആകർഷണം അനുഭവിക്കുന്നവരാണ്. നമുക്ക് പലപ്പോഴും വളരെ സന്തോഷമായ സുഖമായ ഒരവസ്ഥയില് എന്താണ് ആഗ്രഹം? ഇങ്ങനെ അല്ലെ, ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്ന്. പക്ഷേ ആരോ നമ്മളെ വലിച്ച് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ആ സുഖത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക്. നമ്മൾ പോലും ഇച്ഛിക്കാതെ പുതിയ 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 ഇടങ്ങളിലേക്ക്, അവസ്ഥകളിലേക്ക് കൊണ്ടുപോകുന്നവനാണ്. അവനാണ് കൃഷ്ണൻ, ആകർഷിച്ചു കൊണ്ടുപോകുന്നത്. നമ്മുടെയൊക്കെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവൃത്തികളെ എല്ലാം ആരോ ഒരാൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഈശ്വരനെ നമുക്കൊന്ന് അറിയാൻ കഴിഞ്ഞെങ്കിൽ അവിടുന്ന് സത്യത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് അതൊന്നും പറഞ്ഞാൽ പിന്നെ അത് മാത്രം ചെയ്താൽ മതിയായിരുന്നു. നമുക്കതാണ് അറിയാത്തത്. നമ്മുടെ ഇഷ്ടത്തിന് എന്തൊക്കെയോ ചെയ്തു നോക്കണം. ഇത് ചെയ്താൽ ശരിയാവും, ഇത് ചെയ്താൽ ശരിയാവും, ഇത് ചെയ്താൽ ശരിയാവും എന്ന് കരുതുന്നു. സത്യത്തിൽ ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ അത് മാത്രം ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ നമുക്ക് ഭഗവാന്റെ ആളായിട്ട് അവിടുത്തെ അടുത്ത് നിൽക്കാമായിരുന്നു. കൃഷ്ണപ്രാപ്തികരം അത് നമുക്കൊന്ന് പറഞ്ഞു തരണം. അത് എന്താണെന്നുള്ളത് മാത്രമല്ല, ശശ്വൽ സാധനം, എപ്പോഴും ചെയ്യാവുന്ന സാധന, ഉപാസന, അതെന്താണെന്ന് പറയാം. വേദങ്ങളിലൂടെയോ തന്ത്രങ്ങളിലൂടെയോ പറയപ്പെട്ടിട്ടുള്ള ഏത് ഉപാസനകൾക്കും ഇന്ന സമയത്തെ പാടുള്ളൂ, ഇന്ന ഇടത്തിരുന്നിട്ടേ പാടുള്ളൂ, ഇന്ന ആൾക്ക് ചെയ്യാൻ പാടുള്ളൂ, പല നിബന്ധനകളും. ദുഃഖം തീർക്കാനുള്ളതാണ് ഈ കർമ്മങ്ങളൊക്കെ. പക്ഷെ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല, എല്ലായ്പ്പോഴും ചെയ്യാൻ പറ്റില്ല, എല്ലായിടത്തും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ദുഃഖങ്ങൾ വരുന്നതിന് അങ്ങനെയുള്ളതുണ്ടോ? അത് ഇന്ന സമയത്തേ വരുള്ളൂ, ഇന്നയാൾക്കേ വരുള്ളൂ, ഇന്നയിടത്തേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ദുഃഖങ്ങൾ എപ്പോൾ വേണമെങ്കിൽ വരാം. പക്ഷെ ദുഃഖങ്ങൾക്ക് പരിഹാരമായിട്ട് കർമ്മങ്ങളോ അത് എപ്പോഴും ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലൊരു ബുദ്ധിമുട്ടല്ലേ? നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കാട്ടിലെത്തിയിരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് എവിടെ വെച്ച് വേണമെങ്കിൽ ദുഃഖങ്ങൾ വരാം. പക്ഷെ അതിന് ഭഗവാനെ ആശ്രയിക്കാനുള്ള സൽക്കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അവിടെ വെച്ച് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ചെയ്യാവുന്ന, ഏതൊരാൾക്കും ചെയ്യാവുന്ന, എവിടെ വെച്ചും ചെയ്യാവുന്ന ഈശ്വരനെ ഉടനെ തന്നെ പ്രീതിപ്പെടുത്തുന്ന ശശ്വൽ സാധനം, തത്വജാതന, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയുന്നത്. കാരണം ജീവിതം അങ്ങനെയാണ്. അതെപ്പോഴും ഒരുപോലെയല്ല. ഏതവസ്ഥയിലും ഏതൊരാൾക്കും ഈശ്വരനെ ആശ്രയിക്കാനുള്ള വഴി ഏതാണ്, അതിനെക്കുറിച്ച് പറയുന്നത്. ഇതൊക്കെയാണ് ശൗനകൻ മുതലായ മഹർഷിമാര് സൂതപൗരാണികളോട് മുഖ്യമായിട്ട് ചോദിക്കുന്നത്. ഇതിന്റെ ഉത്തരമായിട്ടാണ് ഭാഗവതത്തെ കുറിച്ച് പറയുന്നത്. ശ്രീമദ് ഭാഗവതം ശാസ്ത്രം ഖലു കീരേണ ഭാഷിതം ഏതസ്മാദവരം കിഞ്ചിൽ മനഃശുദ്ധ്യൈ ന വിദ്യതേ. ഈ ഭാഗവതത്തിനേക്കാൾ മേലെയായിട്ട് മനഃശുദ്ധിക്ക് മറ്റൊരു വസ്തുവില്ല എന്ന് പറയുന്നു സൂര്യൻ. ഭാഗവതത്തെ എന്ന് വെച്ചാൽ, ഭാഗവതം എന്ന് പറയുന്ന ഈ ഗ്രന്ഥമല്ല, അതിലെ ശ്ലോകങ്ങളല്ല. ഗ്രന്ഥത്തിലൂടെ, ശ്ലോകങ്ങളിലൂടെ, കഥകളിലൂടെ നമ്മുടെ മുന്നിൽ കിട്ടുന്ന ഒരു അറിവുണ്ട്. അതാണ് സത്യം ഭാഗവതം. ഭാഗവതം എന്ന പുസ്തകം ഇതാണ്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന അറിവാണ് ശരിയായ ഭാഗവതം, അല്ലെ? മധുരം എന്ന് പറഞ്ഞാൽ എന്താ? പഞ്ചസാര മധുരമാണെന്ന്, ശർക്കര മധുരമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ പഞ്ചസാരയാണ് മധുരം അല്ല. പഞ്ചസാര നാവിൽ വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവത്തിന്റെ പേരാണ് മധുരം, അല്ലെ? അതുപോലെ ഭാഗവതം എന്ന ഈ ഗ്രന്ഥമല്ല, ഈ ഗ്രന്ഥത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമുണ്ട്. അതാണ് ഭാഗവതം. ഭാഗവതം എല്ലാവർക്കും കിട്ടുന്നില്ല. ഭാഗവത പുസ്തകം കാശ് കൊടുത്താൽ ചിലപ്പോൾ കഴിക്കാൻ കിട്ടും. അത് വായിക്കാനും
സാധിച്ചെന്ന് വരാം. പക്ഷേ അതിലൂടെ അറിയേണ്ടുന്ന അറിവ്, അതിന്റെ അനുഭവം അതെല്ലാവർക്കും കിട്ടുന്നില്ല. അത് ആർക്കേ കിട്ടുള്ളൂ? ജന്മാന്തരേ ഭവേ പുണ്യം തഥാ ഭാഗവതം ലഭേത്. ജന്മാന്തര പുണ്യം ഉണ്ടെങ്കിലേ അത് കിട്ടുള്ളൂ. നമ്മള് 1000 ജന്മങ്ങളിൽ ചെയ്ത പുണ്യം കൊണ്ടേ ഭാഗവതം കിട്ടുള്ളൂ എന്ന് പറയുന്നത്. അത്ര ദുർലഭമാണ്. അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള വഴിയാണ് അടുത്തത് പറയുന്നത്. ഈ ഭാഗവതത്തെ പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കാനായിട്ട് ശിശുക ബ്രഹ്മർഷി ഗംഗാതീരത്ത് എത്തിച്ചത്. പരീക്ഷിത് ജന്മാന്തര പുണ്യമുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് ശിശുക ബ്രഹ്മർഷി അവിടെ എത്തിച്ചത്. അപ്പോൾ ദേവന്മാർ വന്നു അത്രേ. പരീക്ഷിത്ത് 7-ാം ദിവസം തക്ഷകൻ കഴിച്ച് മരിക്കും. അതാണല്ലോ അവസ്ഥ. ഞങ്ങൾ അമൃത് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് പരീക്ഷത്തിന് കൊടുക്കാം. അയാൾ മരിക്കില്ല. ഭാഗവതം ഞങ്ങൾക്ക് തരും. പരീക്ഷത്തിന് ഞങ്ങൾ അമൃത് കൊടുക്കാം, ഭാഗവതം ഞങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു അത്രേ ദേവന്മാര്. ശിശുക ബ്രഹ്മർഷി ചിരിച്ചത്. അവർക്ക് ഭാഗവതം പറഞ്ഞു കൊടുത്തില്ല. പരീക്ഷിതെന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ഒരു സാധാരണക്കാരൻ, ഞങ്ങളൊക്കെ സ്വർഗത്തിലിരിക്കുന്ന ദേവന്മാര് ഞങ്ങൾക്കല്ലേ അത് കേൾക്കാൻ കൂടുതൽ യോഗ്യത എന്ന് ചിന്തിക്കുന്നവർക്ക് അത് കേൾപ്പിച്ചതേയില്ല. എപ്പോൾ തങ്ങളെല്ലാം കുറച്ച് വലിയവരാണ് എന്ന ചിന്ത വിട്ട് അവരും പരീക്ഷത്തിന് പിന്നിൽ അത് കേൾക്കാനായിട്ട് ഒതുങ്ങിയിരിക്കാൻ തയ്യാറായി. അപ്പോഴേ ശിശു ബ്രഹ്മർഷി ഭാഗവതം പറഞ്ഞു. നമ്മുടെ ഉള്ളിലെ നമ്മളെ എന്തെങ്കിലുമൊക്കെ ആണെന്നുള്ള ഭാവമൊക്കെ വിട്ട് സജ്ജനങ്ങളുടെ മുമ്പിൽ നമസ്കരിക്കാൻ തയ്യാറാകുമ്പോൾ അവരുടെ കൃപ കൊണ്ട് നമ്മൾക്ക് ഭാഗവതം കേൾക്കാൻ തയ്യാറാവും. ഒന്നുകിൽ 1000കണക്കിന് ജന്മത്തിന്റെ പുണ്യമാണ്. അതല്ലെങ്കിൽ ഈ പരീക്ഷിത് മഹാരാജാവിനെ പോലുള്ളവരുടെ പിന്നിലിരിക്കാൻ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആണെന്നുള്ള ചിന്തയൊക്കെ വിട്ടിട്ട് ഭക്തരുടെ പാദത്തിൽ നമസ്കരിച്ച് അവിടെ ഒതുങ്ങിയിരിക്കാൻ നമ്മൾ തയ്യാറാണ്. എന്നാൽ സജ്ജനങ്ങളുടെ കാരുണ്യമുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ ഭാഗവതം. അതാണ്, ഒന്നുകിൽ ജന്മാന്തര പുണ്യം വേണം, അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ കാരുണ്യം വേണം. എന്നാലാണ് ഭാഗവതം കിട്ടുക. ഈ ഭാഗവതത്തിന്റെ മഹിമ ഇതൊരു പ്രാവശ്യം കേട്ടപ്പോഴേക്കും പരീക്ഷിത്ത് മുക്തനായി. സിദ്ധോസ്മി അഗ്രഹീതോസ്മി എന്ന് പറഞ്ഞു. അത് കണ്ടിട്ട് ബ്രഹ്മദേവന് തന്നെ അത്ഭുതമായി. വെറും 7 ദിവസം ഭാഗവതം കേട്ടപ്പോഴേക്കും പരമഹംസന്മാരുടെ ആ പദവിയിലേക്ക് എത്തിയോ? എങ്ങനെ സാധിച്ചു? ഭാഗവതത്തിന് അവരുടെ ശക്തിയുണ്ടോ എന്നറിയാൻ ബ്രഹ്മദേവൻ സത്യലോകത്ത് ഒരു തുലാസിലെത്തി അതിന്റെ ഒരു തട്ടിൽ ഭാഗവതം വെച്ചു, മറുതട്ടിൽ വേദങ്ങളും ശാസ്ത്രങ്ങളും സകല സത്യഗ്രന്ഥങ്ങളെയും വെച്ചു അത്രേ. പക്ഷെ ഭാഗവതത്തിന്റെ തട്ട് താണു തന്നെ ഇരുന്ന പറയണം. അതിനോട് തുലനം ചെയ്യാൻ ലോകത്തിലെ മറ്റെല്ലാം ചേർന്നാലും ആവില്ല എന്ന് ബ്രഹ്മാനോട് ബോധിച്ചു. ഗൗരവേണ ഇതം പറഞ്ഞത്. ഭാഗവത ഗ്രന്ഥത്തിന്റെ വലുപ്പം കുറച്ചുണ്ടാകും. ഇതിനേക്കാളും വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ പറഞ്ഞിരിക്കുന്ന വിഷയത്തിന്റെ ഗൗരവം നോക്കിയാൽ ഭാഗവതം തന്നെയാണ് ഏറ്റവും മഹത്തായിട്ടുള്ളത്. എന്താണ് ഭഗവതന്റെ മഹത്വം? മറ്റുള്ള ഗ്രന്ഥങ്ങളെക്കാളും ഭാഗവതത്തിന് എന്താ മഹത്വം? അത് പറയുകയാണ് തുടർന്ന്. ശ്രീനാരായണ മഹർഷി കലികാലത്തെ ഭൂമിയെ കാണാനായിട്ട് വന്നു. എവിടെ നോക്കിയാലും അധർമ്മങ്ങളാണ്. ഒരു നന്മ എവിടെയും കാണാനില്ല. അവസാനം അദ്ദേഹം അലഞ്ഞ് വൃന്ദാവനത്തിന്റെ മണ്ണിലെത്തി. അവിടെ അത്ഭുതമായ ഒരു കാഴ്ച കണ്ടു. ഭക്തിദേവി ഒരു യുവതിയായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു, വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത സഖ്യമാരെ സംസാരിപ്പിക്കുന്നുണ്ടെങ്കിലും ഭക്തിദേവിയുടെ സംസ്കൃതം തീരുന്നില്ല. സങ്കടത്തിന് കാരണം അടുത്ത മക്കൾ 2 പേര് ജ്ഞാനവും വൈരാഗ്യവും വൃദ്ധന്മാരായിട്ട് തളർന്നു കിടക്കും. അമ്മ ചെറുപ്പക്കാരി, മക്കള് വൃദ്ധന്മാരി.
നാരദ അദ്ഭുതമായിട്ടുള്ള കാഴ്ച കാണാൻ കഴിഞ്ഞത്. ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഭക്തിദേവി പറയുന്നു, ഉത്പന്നാദേവേ സാഹം വൃദ്ധിം കർണാടകേ മഹാരാഷ്ട്രേ ജയേ ജീർണകാംഗത. ഞാൻ ഉണ്ടായത് ഗ്രാമീണ ദേശത്താണ്. കർണാടകത്തിലേക്ക് വൃദ്ധിയുണ്ടായി, മഹാരാഷ്ട്രത്തിലും. പക്ഷെ തുടർന്നങ്ങോട്ട് എന്നെ മറ്റുള്ളവര് അവരുടെ സ്വാർത്ഥത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ തുടങ്ങി. എന്നെ കച്ചവടം ചെയ്യാൻ തുടങ്ങി. കലികാലത്തെ അവസ്ഥയാണ്. ഭക്തിയെ കച്ചവടം ചെയ്യുന്നവർ ധാരാളമുണ്ടാവും. ഭക്തന്മാരാണെന്ന് തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന മാതിരി വേഷം കിട്ടാം. ആ ഭക്തി കൊണ്ട് തനിക്ക് ധനസമ്പാദനം ചെയ്യുക, സുഖം ഉണ്ടാക്കുക, അതിനുവേണ്ടി നടത്തുന്നവർ ഒരുപാടുണ്ടാവും. ആ അവസ്ഥയിലാണ് ഞാൻ വൃന്ദാവനത്തെ ഓടിയെത്തിയത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ചെറുപ്പം തിരിച്ചു കിട്ടി. പക്ഷെ എന്റെ മക്കൾ ഇപ്പോഴും തളർന്നു കിടക്കുകയാണ്. മക്കൾക്ക് സുഖമില്ലാതിരിക്കുമ്പോൾ ഒരമ്മയ്ക്ക് എങ്ങനെയാണ് സമാധാനം ഇരിക്കാൻ പറ്റുക? കാരണം പക്ഷേ അവിടുന്ന് വേണ്ടതെന്തെങ്കിലും ചെയ്യണം. നാരദർശി പറഞ്ഞു, അതിനൊക്കെ വഴിയുണ്ടാവും, നമ്മൾ സമാധാനമായിട്ടിരിക്കും. ശ്രീകൃഷ്ണ ചരണാംബോജം സ്മര ദുഃഖം ഗമിഷ്യതി. അതാണ് മുഖ്യമായിട്ട് ഉദ്ദേശം. ശ്രീകൃഷ്ണ ചരണാംബോജം സ്മര ദുഃഖം ഗമിഷ്യതി. ഭഗവാന്റെ കൃപാകാരവിന്ദത്തെ സ്മരിക്കും, ദുഃഖങ്ങൾ പൊക്കോടും. നമ്മുടെ ദുഃഖങ്ങളെ കുറിച്ച് ഓർത്തോർത്തിട്ടാണ് ദുഃഖങ്ങൾ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മള് ആനന്ദമൂർത്തിയായ കരുണാമൂർത്തിയായ ഭഗവാന്റെ കൃപാതെ സ്മരിക്കൂ, ദുഃഖങ്ങൾ തല്ലിപ്പൊക്കോ. ഇന്നലെ ദീപാവലിയായിരുന്നു അല്ലേ? നമ്മളോട് ദീപാവലി എന്താ പറയുന്നത്? വിളക്ക് കൊടുത്തു, ഇരുട്ട് പൊക്കോളൂ. അല്ലാതെ ഇരുട്ടിനെ കുറിച്ച് ഓർത്ത് പേടിച്ച് പേടിച്ചിട്ട് കാര്യമില്ല. എത്രയെല്ലാം പറഞ്ഞാലും എത്രയെല്ലാം ആട്ടി അകറ്റാൻ ശ്രമിച്ചാലും ഇരുട്ട് പോകില്ല. ഒരു വിളക്ക് കൊടുത്തു, ഇരുട്ട് തന്നെ പോകൂ. അതുപോലെ നിങ്ങൾ ദുഃഖങ്ങളെ കുറിച്ച് ഓർത്ത് അതിനെക്കുറിച്ച് തന്നെ പരാതിപ്പെട്ട് അത് തീർക്കാനായിട്ട് മറ്റുള്ളവരെ അതൊന്നും വേണ്ട. ആനന്ദമൂർത്തിയായ ഭഗവാനെ സ്മരിക്കൂ, ദുഃഖങ്ങൾ നിങ്ങളെ വിട്ടു പോകുന്നത് കാണാം. മനസ്സ് ദുഃഖിപ്പിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് സ്മരിച്ചിട്ടാണ്. ഭഗവാൻ എന്തിനാണ് ഈ കലികാലത്ത് ഭക്തിദേവിയെ മാത്രം ഈ ലോകത്ത് സ്ഥാപിച്ചിട്ട് പോയത്? തന്റെ കൂടെ വന്ന മറ്റു ഗ്രഹങ്ങളെയൊക്കെ കൊണ്ടുപോയി വിടുന്നു. ഭക്തിയെ മാത്രം ഈ കലിയില് എന്തിനാ ഇവിടെ നിർത്തിപ്പോയത്? ഭക്തിക്ക് സാധിക്കൂ കലികാലത്ത് ഏതൊരാൾക്കും സമാധാനം കൊടുക്കാം. ഭക്തി ഒരുവന്റെ ഹൃദയത്തിൽ വന്നാൽ ബാക്കി ഗുണഗണങ്ങളൊക്കെ തന്നെ വന്നോളും, മുക്തിയും സിദ്ധിച്ചോളും. അതുകൊണ്ടാണ് ഭക്തിയെ മാത്രം ഇവിടെ നിർത്തിയിട്ട് പോയത്. ഭക്തിയെ വേണ്ടാണ്ട് കളഞ്ഞിട്ട് പോയതല്ല. ഭക്തിക്ക് മാത്രമേ സാധിക്കൂ എന്നതുകൊണ്ടാണ് ഭക്തിയെ സമുദ്രയിപ്പിച്ചിട്ട് പോയത്. നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ, ഇല്ലായ്മകളെ കുറിച്ച് ചിന്തിക്കാതെ, എന്താണ് നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് ചിന്തിക്കൂ. ഭക്തിദേവിക്ക് കഷ്ടിച്ച് സമാധാനമായി. പക്ഷേ ജ്ഞാനവൈരാഗ്യങ്ങളെ കൊണ്ട് തളർന്നു കിടക്കല്ലേ, അവരെ ഒന്നും നടത്തണ്ടേ? നാരദ ഋഷി അവരുടെ അടുത്തെടുത്തുകൊണ്ട് വേദം വേദാന്ത ഘോഷിച്ചാ ഗീതാപാഠേ മുഹുർമുഹു, വേദം വേദാന്തം ഗീത ഇവയെ കൊണ്ടൊക്കെ ശ്രമിച്ചു നോക്കി ജ്ഞാനവൈരാഗ്യങ്ങളെ വളർത്താൻ. പക്ഷേ കലികാലത്ത് അവയൊന്നും പോയി. മറ്റു യുഗങ്ങളിൽ അത് മതി, കലികാലത്ത് അത് പോയി. പലരോടും ചോദിക്കാൻ ശ്രമിച്ചു, അവരാരും ഉത്തരം കൊടുത്തില്ല. അവസാനം ഈ വലിയ ഒരു വിഷമത്തിന് ഉത്തരം ഉണ്ടാക്കാനായിട്ട് തപസ് ചെയ്യാൻ പുറപ്പെട്ടു. ബദരീകാശ്രമത്തിൽ പോയിരുന്നു. അപ്പോ സനകാദി യോഗീശ്വരന്മാരെ അവിടെ വന്നത്രേ. ബ്രഹ്മാവിന്റെ ആദ്യപുത്രന്മാരാണ്. ശ്രീപരമേശ്വരനും മുമ്പുണ്ടായവരാണ്. ആ സനകാദികള് തങ്ങളുടെ കുഞ്ഞനുജനായിട്ടുള്ള നാരദ മഹർഷിയുടെ ഈ ബുദ്ധിമുട്ട് കണ്ടു.
ഉണ്ടായിരുന്നില്ല. നാരദ മഹർഷി പറഞ്ഞു, അവര് പറഞ്ഞു ഭാഗവതം വായിച്ചാൽ മതിയായിരുന്നു, ജ്ഞാനവൈരാഗ്യം തനിയെ ഉണർന്നേനെ. അപ്പൊ നാരദ മഹർഷി ചോദിക്കണം, അതെങ്ങനെ സാധിക്കും? വേദത്തിന്റെ സാരമല്ലേ ഭാഗവതം? വേദം കൊണ്ട് സാധിക്കാത്തത് ഭാഗവതം കൊണ്ട് എങ്ങനെ സാധിക്കും? ഇതാണ് ഭാഗവതം ഒരു തട്ടിൽ വെച്ചു, അത് താഴെ തന്നെ ഇരുന്നു മറ്റു തട്ടിൽ എത്ര പറ്റി ഗ്രന്ഥങ്ങൾ വെച്ചിട്ടെന്ന് പറഞ്ഞില്ലേ? ഭാഗവതത്തിന്റെ ഗൗരവം അതെന്താണെന്നാണ് പറയുന്നത്. എങ്ങനെ ഭാഗവതത്തിന് മറ്റ് ഗ്രന്ഥങ്ങൾക്ക് സാധിക്കാത്തത് ഈ കലികാലത്ത് സാധിക്കുന്നു? അതിന് പ്രധാനമായിട്ട് പറഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ അവതാരം പൂർത്തിയാക്കി ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ കലി ഇങ്ങോട്ട് പ്രവേശിക്കാതെ കാത്തു നിൽക്കാണ്. തന്റെ അവതാരം സമർപ്പിക്കണം. തന്റെ ഒപ്പമുള്ള യാദവരെയെല്ലാം ഇല്ലാതാക്കാനായിട്ട് ഒരു ബ്രഹ്മശാപമൊക്കെ ഉണ്ടാക്കി അവരെ പ്രഭാസത്തിലേക്കൊക്കെ യാത്രയാക്കി. അപ്പോഴാണ് ഉദ്ധവൻ എന്ന ഭക്തൻ മാത്രം ഭഗവാന്റെ അടുത്തെത്തിയതും നമസ്കരിച്ചതും എനിക്ക് അവിടുത്തെ പ്രഭാതമായിട്ട് അതിലേക്ക് പോകാൻ കഴിയില്ല, പിന്നെ കൂടെ കൊണ്ടുപോകണേ എന്നൊക്കെ പ്രാർത്ഥിച്ചത്. ഭഗവാൻ ഉദ്ധവർക്ക് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിന്റെ ഉപദേശം കൊടുത്തു. അത് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ടും ഉദ്ധവർക്ക് ഒരു പ്രാർത്ഥന തന്നെ ബാക്കിയുണ്ട്. ഭഗവാനെ, അടിയന് അവിടുന്ന് ഈ അറിവെല്ലാം തന്നു, അടിയൻ ശാന്തമായിട്ട് സഞ്ചരിക്കും. പക്ഷേ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഈ കലികാലത്തിൽ എത്ര പേരുണ്ട്, എത്രത്തോളം ബുദ്ധിമുട്ടും, അവരുടെ കാര്യം അവർക്ക് ഭഗവാനെ അവിടെ നിന്ന് കൂടെ ഉണ്ടാവണ്ടേ? അപ്പൊ ഭഗവാനും ഒന്ന് ചിന്തിച്ചു അത്രേ എന്ത് വേണമെന്ന്. എന്നിട്ട് കിരോധായ പ്രവിഷ്ടോയം ശ്രീമദ് ഭാഗവതാർണവം, തന്റെ ശ്രീകൃഷ്ണ രൂപത്തെ കാണാനില്ലാതാക്കി ചൈതന്യം ഭാഗവതത്തിലെ ഓരോ സ്കന്ധത്തിലും ഓരോ അധ്യായത്തിലും ഓരോ ശ്ലോകത്തിലും ഓരോ വാക്കിലും ഓരോ മൗനത്തിലും ഭാഗവതത്തിലേക്കാണ് ഭഗവാൻ തന്റെ ചൈതന്യത്തെ പ്രവേശിപ്പിച്ചത്. കലികാലത്തിന് വേണ്ടി, കലികാലത്തുള്ളവർക്ക് വേണ്ടി ഭഗവാൻ പ്രത്യേകമായി ചെയ്ത ഒരു അവതാരം തന്നെയാണ് ഭാഗവതം എന്ന് പറയുന്നത്. അതാണ് ഭാഗവതം. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവി. കലികാലത്ത് ഭഗവാന്റെ പേര് അവതാരങ്ങളില്ല. കൃതത്തിലും ത്രേതയിലും ദ്വാപരത്തിലും ഭഗവാൻ അവതാരങ്ങളുണ്ട്. അതുകൊണ്ട് ഭഗവാൻ ത്രിയുഗൻ എന്ന പേര്. 3 യുഗങ്ങളിലും ഭഗവാൻ അവതാരമുണ്ട്. കലിയിൽ ഭഗവാൻ അവതാരമില്ല. പക്ഷേ കലികാലത്തുള്ളവരെ ഭഗവാൻ ഉപേക്ഷിക്കുന്നില്ല. ചന്നക്കലോ, ഭഗവാൻ പ്രച്ഛന്നനാണ്, മറഞ്ഞിരിക്കുന്നവനാണ്. എവിടെയാണ് മറഞ്ഞിരിക്കുന്നത്? ഭാഗവത ശ്ലോകങ്ങൾ കൂടിയാണ്. ഈ ഭാഗവത ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾക്ക് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന് അനുഭവിക്കാൻ സാധിക്കും. മറ്റു 3 യുഗങ്ങളിലും ഭഗവാൻ എവിടെയാണോ അവതാരം ചെയ്തിരിക്കുന്നത് അവിടെയുള്ളവർക്ക് ഭഗവാൻ കൂടെ ഉണ്ടെന്ന് പറയാൻ പറ്റും, അല്ലേ? അയോധ്യയിൽ രാമനുണ്ടായി. അയോധ്യാവാസികൾക്ക് മാത്രം പോയ രാമന്റെ അനുഗ്രഹം. അതുകൊണ്ട് രാമൻ കാട്ടിലേക്ക് ഇറങ്ങി എല്ലാവരെയും കഴിച്ചു കൊടുത്തു. ലങ്കയിൽ വരെ പോയി അവിടെയുള്ള സജ്ജനങ്ങളൊക്കെ ഭക്തന്മാരെയൊക്കെ കഴിച്ചു കൊടുത്തില്ലേ? രാമൻ അങ്ങോട്ട് ചെന്നാലേ അവർക്ക് രാമനെ കാണാൻ പറ്റും. രാമൻ അവിടെ നിന്ന് അകന്നു പോകുക അവർക്ക് സങ്കടം. ശ്രീകൃഷ്ണൻ രാമനെ തന്നെ ഭഗവാൻ മധുരയിൽ ജനിച്ചു, വൃന്ദാവനത്തിൽ ചെന്നു, പിന്നീട് വീണ്ടും മധുരയിലേക്ക് വന്നു, പിന്നെ ദ്വാരകയിലേക്ക് പോയി, ഹസ്തപുരത്തിൽ പോയി. എവിടെ എവിടെ ഭഗവാനുണ്ട് അവിടെ എവിടെ ഭഗവാനെ കാണുന്നവർക്കൊക്കെ ആനന്ദമാണ്. ഭഗവാനിൽ എത്താൻ പറ്റാതെ ദൂരെയിരിക്കുന്നവർക്ക്. എന്നാൽ കലിയിൽ അങ്ങനെയല്ല. കലിയിൽ ഭാഗവതത്തിലൂടെ എല്ലാവരുടെയും കാതുകളിലേക്ക്, എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് എത്തുന്നു. ഒരു 50 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടില് ഇത്രയൊന്നും സപ്താഹങ്ങൾ ഉണ്ടായിരുന്നില്ല. ഗുരുവായൂർ അമ്പലത്തിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചില രാജകൊട്ടാരങ്ങളിലും പ്രഭുകുടുംബങ്ങളിലും സപ്താഹങ്ങൾ ഉണ്ടായിരുന്നു. സാധാരണക്കാരെ ഭാഗത്തും കേൾക്കാറില്ല. എന്നാൽ കലി
ഭാഗവതത്തിലൂടെ, ഭാഗവതത്തിലെ ശ്ലോകങ്ങളുടെ ആശയങ്ങളിലൂടെ ഞാനും കേട്ടോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പ് തരികയാണ് ഭഗവാൻ. മറ്റു യുഗങ്ങളെ പോലെയല്ല, അതിലേറെ വിശേഷമാണ്. ഭഗവാനെ തൊട്ടടുത്തുള്ളതായി ഏതൊരാൾക്കും അനുഭവിക്കാമെന്നുള്ളതാണ് കഥിക്കുന്നത്. പക്ഷേ ഭാഗവതത്തിലൂടെ. അപ്പോൾ ഇവിടെ ഇന്ന് ഭാഗവതം നമ്മൾക്ക് കേൾക്കാൻ അവസരം ഉണ്ടാക്കി തരുന്നു ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും നീ പേടിക്കണ്ടോ, ഞാനില്ലേ എന്ന് സാന്ത്വനമാണ് ഭഗവാൻ ഏകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നാം തിരിച്ചറിയുന്നത്. അതാണ് ഭാഗവതത്തിന്റെ മഹിമ. മറ്റു വേദാന്തങ്ങളെ കൊണ്ട് സാധിക്കാത്തത് ഭാഗവതം കൊണ്ട് സാധിക്കുന്നത് ഇതാണ്. ഇതിന് ഇന്ന കുലത്തിൽ ജനിക്കണമെന്നില്ല, ഇത്ര പ്രായമാകണമെന്നില്ല, ഇന്ന ജോലി ചെയ്യുന്നവരാവണമെന്നില്ല, ഇത്ര പഠിച്ചവരാവണമെന്നില്ല. കേൾക്കാൻ തയ്യാറാണ്. നാമം ജപിക്കുമെന്ന് പറയുമ്പോ ജപിക്കാൻ തയ്യാറാണ്. പറഞ്ഞാൽ അനുസരിക്കാൻ തയ്യാറുണ്ടോ? വേണ്ടത് പറഞ്ഞു തരാൻ ഭാഗവതമുണ്ട്. ഭഗവാൻ കൂടെയുണ്ടെന്ന് അനുഭവിപ്പിക്കാൻ ഭാഗവതമുണ്ട്. ഇതാണ് മറ്റ് ഗ്രന്ഥങ്ങളെക്കാളൊക്കെ ഭാഗവതത്തിലുള്ള മഹിമ. നമുക്ക് ആ ഭാഗവതത്തെയാണ് നാളെ മുതൽക്ക് ഇവിടെ സപ്താഹമായിട്ട് കേൾക്കാൻ സാധിക്കുക. ആർക്കാണ് ഭാഗവതം കേൾക്കാൻ യോഗ്യത എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ അതിനുത്തരമായിട്ടാണ് അവസാനം ധുന്ധുകാരിയുടെ കഥ. മഹാദുഷ്ടനായിട്ട് ജനിച്ചു വളർന്ന ധുന്ധുകാരി അവസാനം മഹാപ്രേതമായി മാറി ലോകരെ മുഴുവൻ ഉപദ്രവിച്ചു. അദ്ദേഹത്തിന് ശക്തി കൊടുക്കാനായിട്ട് അനുജൻ ഗോകർണൻ ഗയയിൽ പോയി ശ്രാദ്ധം മുട്ടിയിട്ടും ഫലമുണ്ടായില്ലത്രേ. പക്ഷേ ആ ധുന്ധുകാരിക്ക് ഭാഗവതം കേട്ടാൽ മുക്തി കിട്ടുമെന്ന് സൂര്യമണ്ഡലത്തിൽ നിന്ന് സൂര്യനാരായണമൂർത്തിയാണ് കേൾപ്പിച്ചത്. ഗോകർണൻ ഭാഗവതം കേൾപ്പിച്ചു. ഒരു മുളന്തോടിൽ എഴുതുകൊണ്ട് 7 ദിവസവും ധുന്ധുകാരി അത് കേട്ടു. 7ാം ദിവസം ഭഗവത് സ്വരൂപം തന്നെയായി ഭഗവത് ലോകത്തേക്ക്. ഇതാണ് കഥ. കഥ നിങ്ങൾ വിസ്തരിച്ച് വേറെ കേട്ടിട്ടുണ്ടാവും. അതാണ് ചുരുക്കം. ധുന്ധുകാരിക്ക് പോലും ഭാഗവതം കേൾക്കാം. മറ്റ് കർമ്മങ്ങൾ, വൈദികമായിട്ടുള്ള കർമ്മങ്ങളാകട്ടെ, താന്ത്രികമായിട്ടുള്ള കർമ്മങ്ങളാകട്ടെ, അത് ആരംഭിക്കുമ്പോൾ ഈ ഭൂതപ്രേത വിശാലങ്ങളൊക്കെ അകലേക്ക് ഓടി. ക്ഷേത്രത്തിലൊക്കെ കലശമുണ്ടായിട്ട് എന്തെങ്കിലും സന്ദർഭങ്ങൾ നടത്തുമ്പോൾ ആദ്യം ഈ ദുഷ്ടശക്തികളെ ദൂരേക്ക് ഓടിക്കുന്ന ചില ഹോമങ്ങളൊക്കെ, എന്നിട്ട് ദൂരെ കയറ് ഇവയെ കൊണ്ടൊക്കെ ഒരു പരിധി ബന്ധിക്കും. അതിനുള്ളിലേക്ക് ദുഷ്ടശക്തികളൊന്നും പിന്നെ പ്രവേശിക്കാൻ പാടില്ല. അവിടെയാണ് നമ്മൾ പൂജകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത്തരം ഏത് കർമ്മത്തിലും ഇവരെ ദൂരേക്ക് ഓടിക്കുമെങ്കിൽ ഭാഗവതത്തില് ആ മഹാപ്രേതത്തിന് അടുത്തു വന്നിട്ട് കഴിയും. അതാണ് ഭാഗവതത്തിന്റെ മഹിമ. ഭാഗവതം കേൾക്കാൻ ഒരൊറ്റ യോഗ്യതയുള്ളൂ, ഇത് കേൾക്കണമെന്ന് ആഗ്രഹം. ധുന്ധുകാരിക്ക് ഗയാശ്രാദ്ധം കൊണ്ടുപോലും എനിക്ക് വെടികെട്ടിയില്ല, ഭാഗവതമേ ഉള്ളൂ എനിക്ക് എന്ന ചിന്തയുണ്ടായിരുന്നു, ശ്രദ്ധയുണ്ടായിരുന്നു ഭാഗവതത്തിൽ. അതുമാത്രമേ വേണ്ടൂ. ഈ ഒരു ചിന്തയില്ലെങ്കിൽ അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ എന്ന ഭാഗവതത്തിന്റെ തൃപാദത്തിലൊരു ആശ്രയഭാവമില്ലെങ്കിൽ ഭാഗവതത്തിന്റെ തൊട്ടടുത്ത് 7 ദിവസം ഇരുന്നാലും പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ലെന്ന്. ആ ഒരു ആശ്രയഭാവം ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും ഇതുകൊണ്ട് അറിയേണ്ടത് അറിയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്തെല്ലാമൊക്കെയോ ആണ് എന്നുള്ള ചിന്തയെല്ലാം ദൂരെ മാറ്റി വെച്ച് ഭാഗവതം കൊണ്ട് എനിക്ക് ഇനി ജീവിതത്തിൽ മുന്നോട്ട് വേണ്ടതായിട്ടുള്ള വഴി തെളിയുകയുള്ളൂ. ഭാഗവതം എനിക്ക് വേണ്ടിയാണ് എന്റെ ഭഗവാൻ ഈ കാലഘട്ടത്തിൽ എന്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. ഭഗവാൻ ഇത്ര കൃപ ചെയ്യുമ്പോൾ ഞാൻ കേൾക്കണ്ടേ എന്ന ചിന്തയോടുകൂടി ഓരോ ദിവസവും ഇതിനെ ശ്രദ്ധയോടുകൂടി കേട്ടാൽ ഏതൊരു ഇതിൽ നിന്ന് കിട്ടേണ്ടത് യോഗ്യത അത് മാത്രമാണ്. ശുശ്രൂഷ ശുശ്രൂഷ ആണെന്താവേണ്ടത്. ശ്രോതും ഇച്ഛ, കേൾക്കാനുള്ള ആഗ്രഹം. കേട്ടിട്ട് എന്തെങ്കിലും നേടാനില്ല, കേട്ടിട്ട് എന്തെങ്കിലും ആയിത്തീരാനല്ല, ഇത് കേൾക്കാനുള്ള ആഗ്രഹത്തോടുകൂടി വന്നിരിക്കുക. ബാക്കിയെല്ലാം തരാൻ ഭഗവാനുണ്ട്. നാളെ രാവിലെ 6 മണിക്ക് സഹസ്രനാമത്തോടുകൂടി നാം യജ്ഞം ആരംഭിക്കും. വൈകുന്നേരം 6 മണി വരെയാണ് പാരായണ പ്രഭാഷണം ഒക്കെ ആയിട്ട്
നമുക്ക് ഈ യജ്ഞത്തെ ചെയ്യാൻ സാധിക്കുക. ഈ കാലത്ത് 6 മണിയാകുമ്പോഴേക്കും നല്ലോണം ഇരുട്ടാം. അതുകൊണ്ട് 6 മണിക്ക് തന്നെ സമർപ്പിക്കണമെന്നാണ് ഓരോ ദിവസവും ഇങ്ങനെയാണ് കഴിയുന്നത്. പിന്നെയാണ് ഭഗവാന്റെ കഴിയും. ചില ദിവസം ചിലപ്പോൾ 10 മിനിറ്റ് വൈകിയൊക്കെ വരാം. എങ്കിലും പൊതുവെ 6 മണിയാണെന്നാണ് നാം കരുതുന്നത്. നാളെ രാവിലെ 6 മണിക്ക് സഹസ്രനാമത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഇപ്പോൾ ഗുരുവായൂരപ്പനെ ചെന്ന് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹര ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ ജാനകീകാന്ത സ്മരണം ജയ രാമ രാമ ഗോപികാ ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ രമണ മുകുന്ദ മുരാരേ ശരണം മേ ശരണം പവന പുരേശാരാധ കൃഷ്ണ ശരണം മേ ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ സാംബ സദാ ശിവ ശംഭോ ശങ്കര ശരണം മേ രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ ശരണം മേ ശരണം മേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാമചന്ദ്രേന്ദ്രിയർവാ പുഷ്യാത്മനാവാത്രത്തെ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ